ദൈവത്തെ മാത്രം സേവിച്ച് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തെ നോക്കി, ദൈവമുഖത്ത് നോക്കി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ നിമിഷം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മുടെ ശ്രദ്ധയെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുവരാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ട് പോരുവിൻ. ഇവിടെ ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്: വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി എന്ന് പറഞ്ഞാൽ മറ്റൊരു ശബ്ദം ഇതിൻ്റെ പിന്നിൽ കേട്ടതായി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹിതയാം ബാബിലോൺ വീണുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമുക്കറിയാം എന്താണ് ബാബിലോൺ. ബാബിലോൺ പട്ടണത്തെക്കുറിച്ച് നാം കേട്ടിട്ടുള്ളവരാണ്. വളരെ മനോഹരമായിരുന്ന ബാബിലോൺ ഇതാ വീണുപോയി. എന്താണ് അത് വീഴുവാനുള്ള കാരണം? 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അപ്പം മനോഹരമായിരുന്ന ബാബിലോൺ അത് അശുദ്ധിയുള്ള ഒരു സ്ഥലമായി മാറിപ്പോയി. ഈ ശബ്ദത്തിന് പിന്നാലെ കേൾക്കുന്ന മറ്റൊരു ശബ്ദമാണ് അവളെ വിട്ട് പുറത്തു വരുവിൻ, അവളെ വിട്ട് പോരുവിൻ എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം എല്ലായ്പ്പോഴും നമ്മയും വിളിക്കുന്നു പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ, പാപ വഴികളിൽ നിന്ന് പുറത്തു വരുവാൻ. ദൈവം എപ്പോഴും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബിലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ അത് പാപത്തിൻ്റെയും അഴിമതിയുടെയും അന്യായ ആരാധനകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ നിന്നും ദൈവജനത്തെ ദൈവം പുറത്തേക്ക് വിളിക്കുകയാണ്, അവിടെ നിന്നും വിട്ടുപോരുവാൻ. 4-ാം വാക്യത്തിൽ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ജനമേ, നിങ്ങൾ അതിൽ അകപ്പെടാതിരിപ്പാൻ പുറത്തു വരിക, നിങ്ങൾ അതിൽ പങ്കാളികളാകാതിരിപ്പാൻ പുറത്തു വരിക. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായതിലൊന്നും തുടരുത്. ഈ 4-ാം വാക്യത്തിൽ ആ ദേശം വിട്ട് പുറപ്പെട്ടു പോരുവാൻ, പുറത്തു വരുവാൻ എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്? 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അപ്പോൾ ആ ദേശത്തുള്ള ജനത്തിൻ്റെ പാപം പെരുകിയത് കൊണ്ട് ആ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവം ആ ദേശത്തെ നശിപ്പിച്ചാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ദൈവജനവും ഒരുപക്ഷെ നശിച്ചു പോകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ദൈവം അവിടെയുള്ള ദൈവജനത്തോട് അവിടെ വിട്ട് പുറത്തു വരുവാൻ പറഞ്ഞത്. ലോത്ത് സോദോമിലായിരിക്കുമ്പോൾ അവിടുത്തെ ജനത്തിൻ്റെയും അകൃത്യം പെരുകിയപ്പോൾ ദൈവം ആ ദേശത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച സമയത്ത് ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും ആ ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. എന്നാൽ ആ യാത്രയിൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതിനാൽ ഉൾപ്പുതൂണായി പോയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ദേശത്തുള്ള ഈ ബാബിലോൺ എന്ന ദേശത്തുള്ള ആ ദേശത്തെ ദൈവം നശിപ്പിക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കളും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നും പുറത്തു വരുവാൻ ദൈവം പറഞ്ഞത്. ദൈവമക്കളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നാമും വിശുദ്ധിയുള്ളവരായിത്തീരണം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കുന്നവരായിരിക്കണം. ദൈവത്തെ മാത്രം സേവിച്ച് ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തെ നോക്കി, ദൈവമുഖത്ത് നോക്കി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്നും ദൈവം നമ്മെ ഓരോരുത്തരും വിളിക്കുന്നു. എവിടെ നിന്ന്? പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, പാപം നിറഞ്ഞ ചിന്തകളിൽ നിന്ന്, പാപം നിറഞ്ഞ പ്രവർത്തികളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ വിളി ഇന്നും നമ്മുടെ മേലുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ വിളി
നാശത്തിലേക്കല്ല, മറിച്ച് അത് അനുഗ്രഹത്തിലേക്കും നിത്യത്തിലേക്കുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വിളി കേട്ട് പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന്, പാപം നിറഞ്ഞ നമ്മുടെ ചിന്തകളിൽ നിന്ന്, പാപം നിറഞ്ഞ നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് പുറത്തു വന്ന് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായ നല്ല ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.